ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെല്ലാവരും കൂടി രാവിലെ തന്നെ എങ്ങോട്ടാണ് പോണത്? മാഹി എയർപോർട്ടിലേക്ക് പോവാണ്. അതും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. 2 വിശേഷങ്ങളാണെന്നുള്ളത്. നമ്മുടെ മാഹി പോവാണ്, കാരണം അവൾക്കൊരു ജോബ് റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൾ മാൽഡീവ്സിൽ പോവാണ്. പിന്നെ ഞാനും മൽക്കിയും അങ്ങ് അബുദാബിയിലോട്ടും പോവാണ്, സെലൂൻ്റെ അടുത്തേക്ക്. ബ്രദർ എങ്ങോട്ടാണ് ബ്രദർ പോണത്? അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. അപ്പം ഡാഡിയും ഉമ്മയും മാഹിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവർക്കൊരു ട്രിപ്പും കൂടി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ഹാപ്പിനെസ്സോടുകൂടി യാത്ര ചെയ്യാൻ പറ്റട്ടെ. അപ്പം എല്ലാവരും പല വിധങ്ങളിലേക്കായി പോവാണ്. അപ്പം എന്തായാലും നമുക്ക് പോയേക്കാം മക്കു. എങ്ങോട്ടാ പോണേ മൽക്ക? ഓക്കേ, നമ്മൾ പോയാലും അമ്മനൊന്നും കാണാൻ കഴിയില്ല. നിനക്ക് മിസ് ചെയ്യോ അമ്മച്ചിനെ? ദീദിനെ മിസ് ചെയ്യോ? ഡാഡിനോ മിസ് ചെയ്യും? മമ്മനെ എത്ര ഇഷ്ടമുണ്ട് എനിക്ക്? 100 നേരം കൊടുത്താല് അതെ അതെ. അപ്പം നമ്മൾ വാവനെ കാണാൻ വേണ്ടിയിട്ടൊന്നും വേണ്ടി കയറിയതാണ് ലിഫൻ്റെ വീട്ടിൽ. ഞാൻ ആകെ ഗ്യാസ് കയറി ചമ്മക്കണം. അങ്ങനെ നമ്മളെല്ലാവരും വാവയും എല്ലാവരും കണ്ടു. അതിനുശേഷം നമുക്ക് പിന്നെ എവിടെ പോവുകയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്ന സംഭവം അത് നിർബന്ധമാണല്ലോ. അങ്ങനെ മായ്ക്ക് സ്റ്റുഡിയോ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ പതിവും ഞങ്ങൾ തെറ്റിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം. ദുബായ് അല്ല, നമ്മൾ അബുദാബി പോവാണ്. അപ്പൊ ഞങ്ങൾ ബെറ്റൊക്കെ സെറ്റാക്കി വെച്ചാണ്. അപ്പം ഞങ്ങൾ പെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണ്. ബായ് എന്നാ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടാ. മമ്മനെയും ദീദിനെയും ഫസ്റ്റ് ആക്കണം കേട്ടാ. അല്ല, നമ്മൾ ലാസ്റ്റ് ആണ്. ദീദിയും അമ്മയും ഡാഡിയും പോയിക്കോട്ടെ കേട്ടാ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോകട്ടാ. ഓക്കെ. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്, ഒരുപാട് ഇമോഷൻസ് കൈമാറുന്നൊരു സ്ഥലമാണ് ഈ എയർപോർട്ടൊക്കെ. ചിലവർക്ക് ഹാപ്പിനെസ് ആയിരിക്കും, ചിലവർക്ക് സാഡ്നെസ് ആയിരിക്കും. എന്തായാലും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്ത് ഓൾ സെറ്റായിട്ടുണ്ട്. ഓൾ സെറ്റാവുക എന്ന് പറഞ്ഞാൽ മാഹിക്കും ഉമ്മാക്കും ഡാഡിക്കുമാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവർക്കൊരു വൈകുന്നേരം ഒരു 5:55 ഫ്ലൈറ്റ്. നമ്മുടെ മൽക്കയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരു ഫ്ലൈറ്റിന് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവൾ വന്നത്. അവൾക്കറിയാം നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് പ്ലേസിലാണ് പോകുന്നതെന്നൊക്കെ അറിയാം, പക്ഷേ ഒരു ഫ്ലൈറ്റിലാണെന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു അവൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം മലാഹ നമ്മൾ രണ്ടും 2 വഴിക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവർക്ക് ഏകദേശം ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു 3-4 മണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റ്. അത് കഴിയുമ്പോഴേക്കും എൻ്റെ ടൈം ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. പൊടി പോ. എന്തിനു മുത്തേ എനിക്ക് ഹഗ്ഗിങ്? അങ്ങനെ പിന്നീട് അങ്ങോട്ട് എല്ലാവരും യാത്ര പറയുന്ന തിരക്കിലായി. ഏകദേശം അവർക്ക് ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. യാത്ര പറച്ചിലും വിഷമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഉമ്മാക്കൊക്കെ നല്ല സങ്കടമായിരുന്നു, കാരണം മൽക്കയും ഞാനും പോകുന്നത് അവർ കാണില്ലല്ലോ. അവർക്കായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ്. എൻ്റെ മൽക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടയും കരച്ചിലും ഒക്കെ ആയിരുന്നു. അവൾക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു, കാരണം ഇത്രയും കാലം ഒരുമിച്ച് ഇപ്പം നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോവാന്ന് പറയുമ്പം ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയല്ല എല്ലാവർക്കും. അങ്ങനെ അവർ പോവുകയാണ്. മൽക്കൻ്റെ കരച്ചിൽ പിന്നെ തുടർന്നുകൊണ്ടേയിരുന്നു.